നമസ്കാരം. വേണ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ് തയ്യാറാകുന്നത്. ഗോവിന്ദ മാഷില്ല, പകരം ഭാര്യ ശ്യാമളേച്ചിയാണ് മത്സരിക്കുന്നത്. കെ ശൈലജയെ ഒഴിവാക്കി. അവർക്ക് മട്ടന്നൂർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പേരാവൂർ കൊടുക്കാമെന്ന് പറഞ്ഞു. പേരാവൂര് ഇരിട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന് അറിയുന്നു. സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചില വേണ്ടപ്പെട്ടവരുടെ, ചില തമ്പുരാക്കന്മാരുടെ ലിസ്റ്റ് അനുസരിച്ച് അവർ പറയുന്ന നിർദ്ദേശമനുസരിച്ചാണ് CPM ലിസ്റ്റ് തയ്യാറാകുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സമിതിയിൽ വളരെ വികാരഭരിതയായിട്ടാണ് കെ ശൈലജ പ്രതികരിച്ചത്. മട്ടന്നൂരിലെ ജനത ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് അവരെ നിയമസഭയിലേക്ക് അയച്ചത്. വെറും MLA ആയി ഇത്രയും കാലം ഇരുന്നു. അവരെ മന്ത്രിയാക്കിയില്ല. രണ്ടാമതും അവരെ ഇനിയൊട്ട് മന്ത്രിയാക്കുകയുമില്ല, ജയിപ്പിക്കുകയുമില്ല. എങ്ങാനും അവർ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ആയി പോയാലോ എന്നുള്ള ഭയം കൊണ്ട് അവരെ നൈസായി വെട്ടി ഒതുക്കിയത് നമ്മൾ നേരത്തെ DNA ന്യൂസ് ചർച്ച ചെയ്തതാണ്, വിശദീകരിച്ചതാണ്. അവർ വളരെ വികാരാധീനയായിട്ട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞത് മട്ടന്നൂരിലെ ജനതയ്ക്ക് തീർച്ചയായിട്ടും എന്നെ വലിയ കാര്യമാണ്, എനിക്ക് അവരോട് വൈകാരികമായൊരു ബന്ധമുണ്ട്, എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ എന്നെ വെട്ടിനിരത്തി എന്നല്ല, എനിക്ക് മട്ടന്നൂർ സീറ്റ് തന്നില്ല, പകരം പേരാവൂർ തരാമെന്ന് പറഞ്ഞു. മട്ടന്നൂരല്ല, വേറൊരു സ്ഥലം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ്. ഇങ്ങനെ തന്നെയാണ് ഒരു വ്യക്തിയെ ഒതുക്കുന്നത്. നമ്മൾ ഒതുക്കിന്റെ രീതികൾ എങ്ങനെയാണ്? ഇവരാദ്യമൊക്കെ ഒന്ന് പ്രതികരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാകും എന്താണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട രാഷ്ട്രീയ വനവാസം നടത്തുന്ന ആളായി മാറും. അങ്ങനെ എത്രയോ പേർ. TM തോമസ് ഐസക് മത്സരിക്കാൻ സാധ്യതയില്ല. ഇല്ല. G സുധാകരൻ, K സുരേഷ് കുറുപ്പ്, അതുപോലെ M വിജയകുമാർ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തിന്റെ ഒരു മുഖമുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ കേൾക്കുന്നു പോലുമില്ല. A വിജയരാഘവൻ എവിടെ പോയെന്നറിയില്ല. ബിന്ദു ടീച്ചർ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ആൾക്കാരിടയ്ക്ക് ഒന്ന് സ്മരിക്കും. ബിന്ദുവിന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ടപ്പെട്ടവരെയെല്ലാം ഒഴിവാക്കി, വെട്ടിനിരത്തി, അവരെയൊക്കെ ചരിത്രത്തിന്റെ പിന്നിലേക്ക് തള്ളിവിടുന്ന ഒരു തമ്പുരാന്റെ എല്ലാവിധ പരിപാടികളും അങ്ങനെ ആഘോഷപൂർവ്വം നടക്കുകയാണ്. കെ ശൈലജയുടെ കണ്ണീർ വീണ് സംസ്ഥാന സമിതി ചുട്ടുപൊള്ളി എന്നൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് പലർക്കും പല കാര്യങ്ങളിലും ടീച്ചർ വന്നാൽ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ ഇത് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു പാർട്ടിയിൽ ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ എത്രയോ കാലമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഇടിയും തൊടിയും കൊണ്ട പോലീസ് മർദ്ദനമേറ്റ നിരവധി പേരുണ്ട്. അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തി ഇന്നലെ വന്ന സരനെ പോലുള്ള ആളുകളെയൊക്കെ തന്നെ മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പരിപാടി, ജാതിയും മതവും ഒക്കെ നോക്കി ആളുകളെ മത്സരിപ്പിക്കുന്നു, ഒരു തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ മാത്രം മത്സരിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ CPM നടക്കുമ്പോൾ ഇത് എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, എന്ത് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ചോദിച്ചു പോവുകയാണ്. M സ്വരാജ് ഇറാനെ അയത്തുള്ള അലി ഖമനയെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു. അയത്തുള്ള അലി ഖമനയി അദ്ദേഹത്തിന് മീശ കിളുത്ത നാൾ മുതൽ ഈ കഴിഞ്ഞ 2026 വരെ എത്ര കമ്മ്യൂണിസ്റ്റുകളെ കൊന്നുതള്ളി എന്നുള്ള കാര്യം നമ്മുടെ സ്വരാജ് സഖാവ് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ കണ്ട ആളാണ് ഈ ഒരു സമയത്ത് പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ലോകത്ത് മുഴുവൻ തകർന്നടിഞ്ഞ് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന, കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇല്ലാതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും ലാൽസലം. കേരളത്തിലും ഇത്തരത്തിൽ ഇവിടെ കൊല്ലപ്പെടുന്നില്ല. ഇപ്പൊ TP ചന്ദ്രശേഖരനോ അങ്ങനെയുള്ള ആളുകളൊക്കെ കൊല്ലപ്പെടുന്നു എന്നുള്ളതല്ലാതെ ഇവിടെ എല്ലാവരും ഒതുക്കപ്പെടുകയാണ്. രാഷ്ട്രീയ വനവാസത്തിലേക്ക് അവരെയൊക്കെ തന്നെ തള്ളിവിടുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് കോർപ്പറേറ്റ് പാർട്ടിയാണ് എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കിയാൽ മതി.